പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. അത് ഇവിടെ ദൈവവചനം പറയുമ്പോൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊന്ന് വായിക്കുമ്പോൾ സാക്ഷികൾ എത്ര വലിയ സമൂഹം, ക്രൈസ്തവ ജീവിതത്തെ ഓട്ടക്കളത്തിലെ ഓട്ടമായി വിശ്വാസി ഓട്ടക്കാരനായി ഇവിടെ ചിത്രീകരിക്കുന്ന കാണാൻ കഴിയും. സത്യത്തിന് സാക്ഷ്യം ആയിരുന്നത് കൊണ്ടാണ് സാക്ഷികൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടത്തെ അഥവാ ജീവിതത്തെ നോക്കിക്കൊണ്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നതായി ഇവിടെ ഉള്ള ആശയമല്ല. പിന്നെയോ അവർ കടന്നുപോയ പാതകളെ കുറിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ക്രിസ്തീയ ഓട്ടം പൂർണ്ണതയിൽ ഓടി തികയ്ക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ നടക്കാം, എങ്ങനെ തിന്നാം, കുടിക്കാം, ഓടാം, ജീവിക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നീക്കിക്കളഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ക്രിസ്ത്യ ജീവിതം ഒരു ഓട്ടക്കളമാണ്. പലരും ഓടി വഴിയിൽ വെച്ച് തളർന്നു ക്ഷീണിതരായി, പലരും വിട്ടിട്ട് പോയി, പലരും വേണ്ട എന്ന് പറഞ്ഞു പോയി. എന്നാൽ ചെറിയൊരു കൂട്ടം മാത്രം ഈ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടുന്നു. നാം ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലോക്ക് നമുക്കറിയാം. ക്ലോക്കിനകത്ത് ഓരോ മണിക്കൂർ സൂചി അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹല്ലേലൂയ നമ്മുടെ ജീവിതം ഓരോ മണിക്കൂറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ലോക്കിലെ സൂചി മുന്നോട്ട് ഓടുന്നു, അപ്പോൾ തന്നെ നമ്മുടെ ജീവിതം പുറകോട്ട്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സാമം ചെയ്യുമ്പോൾ ഞാനിത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയമാണ്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിവേഗത്തിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര ശക്തമായിട്ട് കുതിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുക. നാം എത്ര മുമ്പോട്ട് കുതിച്ചാലും ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. കാരണം ഈ ട്രെയിൻ ട്രാക്ക് തെറ്റിയാൽ വലിയ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ആ ട്രെയിനിന്റെ ട്രാക്കിലൂടെ തന്നെ ഓടുന്നത് പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് നിന്റെ ഓട്ടക്കളത്തിൽ നീ ട്രാക്ക് തെറ്റി മാറിപ്പോകാതെ നീ സ്ഥിരതയോടെ ഓടണം. അതുകൊണ്ടാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഹല്ലേലൂയ ഓടേണ്ടത്. ഒന്നാമതായി പാപവും ഭാരവും നമ്മൾ വിടണം. രണ്ടാമതായി യേശുവിനെ നോക്കി ഓടണം. താഴോട്ട് വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തവനായിരിക്കുന്ന യേശുവിനെ നോക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. അതെ, ഈ ലോക ജീവിതം താൽക്കാലികമാണ്, അല്പകാലം മാത്രമേ ഉള്ളൂ. ഇവിടെ ഓടി തളർന്നാൽ നീന്റെ ജീവിതം നിത്യമായ നരകത്തിലെത്തുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ ഓടി ജയിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ പാപത്തെ വിടണം, ലോകത്തിന്റെ മോഹങ്ങളെ വിടണം, ലോകത്തിന്റെ ഇമ്പങ്ങളെ വിടണം, ഇവിടുത്തെ ചെട്ടിക സുഖങ്ങൾ മുഴുവൻ വിട്ടിട്ട് ക്രിസ്തുവിന് വേണ്ടി ഓടണം. ദൈവം നിന്നെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ദൈവമായുള്ള കൂട്ടായ്മ പുലർത്തി, ദൈവമായുള്ള ബന്ധം പുലർത്തി, ദൈവത്തോടൊപ്പം ചേർന്ന് വസിക്കാനാണ്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി, മതത്തിന് വേണ്ടി, ഈ ലോക ജീവിതത്തിന്റെ സമൂഹത്തിന് വേണ്ടി കൂട്ടി തമ്മിലടിച്ചും കലഹിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവന്റെ അവസാനം നിത്യ നരകാഗ്നിയിലേക്ക് ചേരും. അല്ലെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവിനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന്. അല്ലെങ്കിൽ അതെ, ഓട്ടക്കളത്തിൽ ഓടുവാൻ അനേകർ കാണും, പക്ഷെ ബിരുദ പ്രാപിക്കുവാൻ ഒരുവൻ മാത്രം. ആരെല്ലാം വിശുദ്ധിയോടെ ഓടുന്നോ അവർക്ക് മാത്രമേ നിത്യതയിലെത്താൻ കഴിയുള്ളൂ. ഈ ലോകത്തിന്റെ പാപസ്വങ്ങളിൽ തിന്നും കുടിച്ചും മദ്യപിച്ചും സുഖിച്ചും പൊളച്ചും മദ്ദിച്ചും ഒക്കെ ജീവിതം സന്തോഷിച്ച് ഈ ഭൂമിയിൽ സന്തോഷിച്ച് എങ്ങനെയെങ്കിലും നിത്യമായി സ്വർഗത്തിലെത്താം, മരിച്ചാൽ നിത്യതയെ കാണാം എന്നൊക്കെയുള്ള ചിന്തയോടെ കടന്നു പോകുന്ന ശ്രോതാവി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരാശുദ്ധനും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല, ഒരു പാപിയും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഈ സ്വർഗരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ നിന്റെ ജീവിതം ഇവിടെ വെച്ച് തന്നെ ക്രമീകരിച്ച് നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. നമുക്കറിയാം, ലോകത്തിൽ അനവധി കായിക മത്സരങ്ങൾ നടക്കാറുണ്ടല്ലോ. ആ കായിക മത്സരത്തിൽ അവരവരുടെ ട്രാക്കിൽ ഓടിയെങ്കിൽ മാത്രമേ അവർക്ക് സമ്മാനം കിട്ടത്തുള്ളൂ. ട്രാക്ക് തെറ്റി ഓടിയാൽ അവർക്ക് ഒരിക്കലും സമ്മാനം കിട്ടാത്തത്
എന്നതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ ട്രാക്ക് തെറ്റി ഓടാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വിവിധ നിലകളുടെ മുന്നറിയിപ്പ് തരുന്നത്. ആ അറിവിനെ അവഗണിച്ചുകൊണ്ട് നീ ഓടി നരകത്തിലേക്ക് പോകരുത്. നമ്മൾ ഓരോ ദിവസവും യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കയറ്റവും ഇറക്കവും വളവും തിരിവും ഒക്കെ വരുമ്പോൾ അവിടെ എല്ലാം എൻ്റെ സിഗ്നലുകൾ വെച്ചിട്ടുണ്ട്. എന്തിനാണ് സിഗ്നലുകൾ വെച്ചിരിക്കുന്നത്? ആ ഓരോ സിഗ്നലും നോക്കി നമ്മൾ കൃത്യതയോടെ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സിഗ്നലുകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ എന്ത് ചെയ്യും? അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓടുവാൻ വേണ്ടി, നമ്മൾ ട്രാക്ക് തെറ്റാതെ ഓടുവാൻ വേണ്ടിയിട്ട് ദൈവം തന്റെ വചനത്തെ നമുക്ക് കൃത്യമായിട്ട് എഴുതി തന്നിരിക്കുന്നത്. ഈ ട്രാക്കിലൂടെ ഓടിയവരൊക്കെ അതിൽ നിത്യമായി സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ വിശുദ്ധ ജീവിതം നയിച്ചതിന്റെ ജീവിത കൃത്യതയോടെ ഓടണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ, തന്റെ ശുശ്രൂഷ അവസാന കാലഘട്ടം ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് ലേഖനം 4-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണക്കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തിനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അത് ഈ തിരുവെഴുത്തൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസൊക്കെ ഓടി തികച്ചതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഓട്ടം സ്ഥിരതയോടിയ നീ കർത്താവിന് വേണ്ടിയാണോ ഓടുന്നത്? അത് ലോകത്തിന് വേണ്ടിയാണോ? അതെടുത്ത മതങ്ങൾക്ക് വേണ്ടിയാണോ? രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയാണ് നിന്റെ ഓട്ടം ഓടുന്നത്? പാപത്തിന്റെ വഴി നിന്റെ കാല് വലിച്ചെടുത്തിട്ട് നേരായ പാതയിലൂടെ നീ ഓടുന്നെങ്കിൽ, ക്രിസ്തു മാർഗത്തിലൂടെ നീ ഓടുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം എത്ര ഭയാനകമായിരിക്കും. നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രതികൂലങ്ങൾ കുടുംബത്തിനകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, ലോകരാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്ന യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, സുനാമികൾ, മഹാവ്യാധികൾ കൊണ്ട് മനുഷ്യന്റെ ജീവിതം തന്നെ വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഓർത്തോണം, നിന്റെ ജീവിതം ഓരോ ദിവസം പുറകോട്ട് വന്നുകൊണ്ടിരിക്കുക. എപ്പോൾ മരണം വരും, എപ്പോൾ മരണം സംഭവിക്കും നമുക്കറിയില്ല. അത്രമാത്രം മനുഷ്യന്റെ പാപം പെരുകിയിരിക്കുന്നു. അതിന്റെ നടുവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. അവനത് ചെയ്തില്ലേ, അവളത് ചെയ്തില്ലേ, അവൻ അങ്ങനെ പോയില്ലേ, അവരുടെ മക്കൾ അങ്ങനെ ജീവിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് നീ ആ വഴിയിലൂടെ പോകാതെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന സമയത്തെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ഓടി ആ ഓട്ടം തികയ്ക്കണം. ക്രിസ്തു നിന്നെ സദാസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവം നിന്നെ സദാസമയം കാണുന്നു എന്ന് തിരിച്ചറിയണം. ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് അവന്റെ കണ്ണിന് എല്ലാം നന്നവും മലർന്നമായി കിടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഇവിടെ കടന്നു പോകുന്ന, നീ ചെയ്തു കൂട്ടുന്ന സകല പ്രവൃത്തികളും ഇവിടെ കർത്താവിന്റെ കണ്ണിന് നന്നവും മലർന്നമായി കിടക്കുന്നുവെന്ന് പ്രായലേഖനം 4:13 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായ ജീവിതം, അല്ലെങ്കിൽ ഈ താൽക്കാലികമായി ഭൂമിയിൽ നാം ഓടി ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ തികയ്ക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞ പോലെ പൗലോസിനെ പോൽ നമുക്ക് നമ്മുടെ ഓടി തികയ്ക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവകിരീടം പ്രാപിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കണ്ണുകളടച്ചാട്ട്, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഓട്ടം ക്രിസ്തുവിന് വേണ്ടി അങ്ങയ്ക്ക് വേണ്ടി ഓടി അങ്ങയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ഇവിടെ ഓടി കർത്താവ് നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകാതെ ഓട്ടം പൂർത്തീകരിച്ച് നിത്യമായി സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ആ സ്വർഗ്ഗ സന്തോഷം പങ്കിടുവാൻ കർത്താവ് സകല ജനത്തെ ഒരുക്കണമേ. പാപവഴികൾ വിട്ട് മടങ്ങി വന്ന് സകല ജനം വിശുദ്ധീകരണം പ്രാപിക്കട്ടെ. സകല വകുപ്പ് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.